പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ദേവബാലയെ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന് അവളെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് അഭിഷേക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അഭിഷേകിനെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് റാം മോഹൻ. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് അഭിഷേകിനെ ഒരു തവണ കൂടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തിനാണ് റാം മോഹൻ വന്നത് എന്ന് അഭിഷേക് ചോദിക്കുന്നു. ഇതോടെ അഭിഷേകിനോട് നിന്നോട് ഒരു തവണ ഞാൻ വന്ന വാണിംഗ് തന്നതല്ലേ, എൻ്റെ മകളുടെ ജീവിതത്തിൽ ശല്യമായി വരരുത് എന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെയാടാ എനിക്ക് വീണ്ടും ഇവിടേക്ക് വരേണ്ടതായി വന്നത്. ഇതോടെ ഇനി എന്തു പറയണം എന്നറിയാതെ അഭിഷേക് നിന്നു പോകുമ്പോഴാണ് നീ എൻ്റെ മകളുടെ ജീവിതം തകർത്തു കളഞ്ഞു അല്ലേടാ. ഇത് കേട്ടതിനെ തുടർന്ന് ഞാനോ, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല അല്ലേടാ. നീ എൻ്റെ മകളെ ഗർഭിണിയാക്കി, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടെ നിന്ന് അഭിനയിച്ചാൽ ഞങ്ങളതെല്ലാം വിശ്വസിക്കുമെന്ന് കരുതിയോ? ഈ കാര്യം കേട്ട് അഭിഷേകാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചതല്ല. ഇഷ പ്രഗ്നന്റോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതോടെ നീ അറിയില്ലടാ. നിന്റെ അഭിനയവും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മകളെ ചതിച്ചിട്ട് കടന്നു കളയാമെന്ന് കരുതിയോ? നീ നിന്നെ ഞാൻ ഇല്ലാതാക്കാൻ തന്നെയാടാ തീരുമാനം എടുത്തിട്ടുള്ളത്. രാഹുൽ തൽക്കാലത്തേക്ക് ഈ കാര്യം അറിയണ്ട. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇനിയും നീയൊരു ശല്യമായി മുന്നിലേക്ക് വന്നാൽ നിന്നെ കൊന്നുകളയും. ആ ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാണ്. മാത്രവുമല്ല, ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈശയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞാണ് വളരുന്നത് എങ്കിൽ ആ കുഞ്ഞിൻ്റെ ചുമതല എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. അതിപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുമെന്നല്ല, മറ്റെന്ത് പറഞ്ഞാലും ഞാൻ പിന്മാറുകയില്ല. ഞാൻ എന്തായാലും ഈശയെ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന അഭിഷേക്, ഇഷ, ഞാനൊരു കാര്യം അറിയാനാണ് ഇവിടേക്ക് വന്നത്. നീ എന്നോട് സത്യം പറയണം. ഇതോടെ ഇഷയൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്തു പറ്റി അഭിഷേക്? നീ പ്രഗ്നന്റ് ആണോ? ആകെ പകച്ചു പോകുന്ന ഇഷ, എന്ത്? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ, നീ പ്രഗ്നന്റ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ കുഞ്ഞാണോ നിന്റെ വയറ്റിൽ വളരുന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ കൂടെ ഇനി എന്നും ഞാൻ കാണും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എനിക്ക് അത്രയധികം വിലപ്പെട്ടതാണ് നിങ്ങൾ. ഞാൻ ആ ദേവബാലയെ എങ്ങനെ ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയായിരിക്കുന്നു. നീ സത്യം പറയണം എന്നോട്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? എൻ്റെ കുഞ്ഞാണോ നിന്റെ വയറ്റിൽ? ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവൾ, അഭിഷേക്, നിന്നെ ഒരിക്കലും ഈ കാര്യം ഇങ്ങനെ അറിയിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ കേട്ടത് ശരിയാണ്. എൻ്റെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. ഈ കാര്യം ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. വിവാഹത്തിന് മുന്നേ ഈ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വിവാഹത്തിന് തയ്യാറാകുമായിരുന്നില്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്റെ വിവാഹബന്ധം തകരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സത്യം മറച്ചു വെച്ചത്. എന്ത്? എൻ്റെ വിവാഹബന്ധം തകരാതിരിക്കാനോ? എനിക്ക് എന്ത് വിവാഹബന്ധമാണ് ഇപ്പോൾ നടക്കുന്നത്?
ആ ഭ്രാന്തത്തിയുടെ കൂടെ ഞാൻ ജീവിക്കുന്നതാണോ വിവാഹം എന്ന് പറയുന്നത്? ഇല്ല, ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇഷ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. അതിപ്പോൾ എന്തിനായാലും ആ രാഹുലിനെ ഇല്ലാതാക്കുക തന്നെയാണ് ഇനി എൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ സമയം ദേവരാജനാകട്ടെ ദേവബാലയുടെ കാര്യത്തിലാകെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞിനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ വഷളാവുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ തകർന്നു പോകുന്നു അയാൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.